സഹായം കൊണ്ട് എൻ്റെ കുട്ടീനെ ഒരു കുട്ടി കാണാണ്ട് വെച്ച് തെറ്റെന്ന് അതൊക്കെ പറയാനില്ലല്ലോ. ഇത്ര കാലമായി മക്കളെ ഞാനിങ്ങനെ എൻ്റെ കുട്ടീനെ കാണാതെ നേർന്ന് ഒരു പെറ്റമ്മക്ക് സഹിക്കാൻ കഴിയോ? 17 കൊല്ലമായില്ല എൻ്റെ കുട്ടി നല്ലപോലെ ഇറങ്ങിപ്പോയിട്ട് ആ ജയിലിനുള്ളിൽ കുടിയെ കിടക്കണത്. എത്ര വേഗത്തിലൊന്ന് കുട്ടി ഒന്ന് കാണാനുള്ള വിധി തരട്ടെ. അസ്സലാമു അലൈക്കും. സൗദി റിയാദ് ജയിൽ കഴിയുന്ന നമ്മുടെ കോഴിക്കോട് ഫാറൂഖ് സ്വദേശി അബ്ദുറഹീമിൻ്റെ ജയിൽ മോചനം ഏകദേശം അടുത്തിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്തയാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ശിക്ഷ കൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂഷൻ ഇവിടുത്തെ സുപ്രീം കോടതിയിൽ ഒരു അപ്പീൽ നൽകിയിരുന്നു. ആ അപ്പീൽ പരിഗണിച്ചുകൊണ്ട് കീഴ്ക്കോടതി വിധി ശരിവെച്ചുകൊണ്ട് കൂടുതൽ ശിക്ഷയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സുപ്രീം കോടതി ഇപ്പോൾ അത് തള്ളിയിരിക്കുകയാണ്. കോഴിക്കോട് ഫാറൂഖ് അബ്ദുറഹീമിൻ്റെ ഉമ്മയുടെ കണ്ണിൽ സന്തോഷം വിതറുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഇത് എന്നുള്ളതാണ്. കഴിഞ്ഞ 20 വർഷത്തോളമായി ആ ഉമ്മ കണ്ണിൽ എണ്ണയൊഴിച്ച് നമ്മുടെ അബ്ദുറഹീമിനെ ഒന്ന് വാരി പുണരാനും സന്തോഷം പങ്കിടാനുമായി കാത്തിരിക്കുകയാണ്. ഇതിന് മുന്നേ തന്നെ റിയാദിൽ വന്ന് അദ്ദേഹം ആ ഉമ്മ നമ്മുടെ അബ്ദുറഹീമിനെ കാണുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ കേസുകൾ ഇങ്ങനെ നീണ്ടു പോവുകയായിരുന്നു. എന്നാൽ ആ കേസിന് ഇപ്പോൾ ഒരു പര്യവസാനമായിരിക്കുകയാണ്. സ്വകാര്യ അവകാശം ഇതിന് മുന്നേ തന്നെ നമ്മുടെ മലയാളികളുടെ ക്രൗഡ് ഫണ്ടിലൂടെ ഏകദേശം 15 മില്യൺ റിയാൽ, ഏകദേശം 34 കോടി രൂപയാണ് മലയാളികൾ പിരിവെടുത്തുകൊണ്ട് നമ്മുടെ അബ്ദുറഹീമിൻ്റെ മോചനത്തിനായി നൽകിയത്. തീർച്ചയായിട്ടും അതാരും മറന്നു കാണാൻ വേണ്ടി സാധ്യതയില്ല. ഈ അവസരത്തിൽ അതിന് മുൻകൈയെടുത്ത നമ്മുടെ ബോച്ചെ എന്നറിയപ്പെടുന്ന നമ്മുടെ ബോബി ചെമ്മണ്ണൂരിനെ ഞാനൊന്ന് അനുസ്മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇതിലുള്ള ഒരു പങ്ക് തീർച്ചയായിട്ടും നമുക്ക് വിസ്മരണീയം തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അത്രയ്ക്കും തുടക്കത്തിൽ കുറച്ച് മന്ദഗതിയിലായിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ 34 കോടി രൂപ പിരിച്ചെടുക്കാൻ നമ്മൾ മലയാളികൾ കാണിച്ച ആ ഒരു ഐക്യം, ജാതി മത വർഗ ഭേദമന്യേ എല്ലാവരുടെയും ചെറിയ നുറുങ്ങുകളെല്ലാം സ്വരൂപിച്ചുകൊണ്ട് 34 കോടി രൂപ നമ്മൾ സമാഹരിച്ച് സൗദി എംബസി വഴി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കൊടുക്കുകയും അതിനുശേഷം അവരുടെ സ്വകാര്യ അവകാശം തീർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പൊതു അവകാശ പ്രകാരം ഇവിടുത്തെ സുപ്രീം കോടതി നമ്മുടെ അബ്ദുറഹീമിന് ഏകദേശം 20 വർഷം ശിക്ഷ അനുഭവിക്കണമെന്ന് ആയിരുന്നു പറഞ്ഞിരുന്നത്. ആ 20 വർഷത്തിൽ ഏകദേശം 19.5 വർഷം ഇപ്പോൾ തന്നെ നമ്മുടെ അബ്ദുറഹീം പിന്നിട്ടിരിക്കുകയാണ്. ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ നമ്മുടെ അബ്ദുറഹീമിൻ്റെ മുമ്പിൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ടുള്ളൂ. അത് കഴിയുന്ന മുറയ്ക്ക് നമ്മുടെ അബ്ദുറഹീമിന് തീർച്ചയായിട്ടും കേരളത്തിലേക്ക് പോകാമെന്നുള്ള സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. നമുക്ക് ആദ്യമായിട്ട് ആ വാർത്തയുടെ വിശദാംശങ്ങളൊന്ന് കേൾക്കാം. SKN സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ന് സൗദിയുടെ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. 20 വർഷത്തെ തടവ് എന്നതാണ് പൊതു അവകാശ കേസ് അബ്ദുറഹീമിന് നേരത്തെ അപ്പീൽ കോടതി വിധിച്ചത്. ഈ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അതായത് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് 20 വർഷത്തെ തടവ് എന്നത് പോരാ, കൂടുതൽ ശിക്ഷ നൽകണം എന്നായിരുന്നു. എന്നാൽ ഈ ആവശ്യം കോടതി ഇന്ന് തള്ളിയിരിക്കുകയാണ്. അപ്പീൽ കോടതി വിധി സുപ്രീം കോടതി ശരിവച്ചിരിക്കുകയാണ്. അതായത് 20 വർഷത്തെ തടവ്, നേരത്തെ 19 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ച അബ്ദുറഹീമിനെ സംബന്ധിച്ചിടത്തോളം ബാക്കി 1 വർഷത്തോളം മാത്രം, അതായത് ഇനി ഏതാണ്ട് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പൊ ഈ ഒരു ശിക്ഷ കോടതി ശരിവച്ചിരിക്കുകയാണ്. ഇനി കൂടുതൽ ശിക്ഷ ആവശ്യമില്ല എന്നാണ് സൗദിയിലെ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മെയ് 26-നാണ് 20 വർഷത്തെ തടവ് ശിക്ഷ അബ്ദുറഹീമിന് കീഴ്ക്കോടതി വിധിച്ചത്. ഇത് ജൂലൈ 9-ന് സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തിരുന്നു. നേരത്തെ വധശിക്ഷ വിധിച്ചിരുന്നു അബ്ദുറഹീമിന്. ഈ വധശിക്ഷ സൗദി മലയാളികൾ ഉൾപ്പെടെയുള്ളവർ സ്വരൂപിച്ചു നൽകിയ 15 മില്യൺ റിയാൽ, 34 കോടിയോളം രൂപ മോചനദ്രവ്യം ഈ കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിന് നൽകുകയും ഈ വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇതോടെ സ്വകാര്യ അവകാശവുമായി ബന്ധപ്പെട്ട കേസുകൾ തീരുകയും പൊതു അവകാശവുമായി ബന്ധപ്പെട്ട കേസിലാണ് പിന്നീട് കോടതി ഈ വിചാരണ ഉണ്ടായത്. പൊതു അവകാശവുമായി ബന്ധപ്പെട്ട കേസിൽ 20 വർഷത്തെ തടവാണ് അബ്ദുറഹീമിന് വിധിച്ചത്. അത് 19 വർഷം നേരത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചു. അതിനുശേഷം ഇനി ഏതാണ്ട് മാസങ്ങൾ മാത്രമേ ഇനി അബ്ദുറഹീമിന് ജയിലിൽ കിടക്കേണ്ടതുള്ളൂ. അതിനുശേഷം അബ്ദുറഹീം മോചിതനാകും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. അപ്പോൾ ആ വാർത്ത നിങ്ങൾ കേട്ട് കാണും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ അബ്ദുറഹീമിന് ജയിൽവാസം തുടരേണ്ടതായിട്ടുള്ളൂ എന്ന് അദ്ദേഹത്തിന്റെ ഭൂരിഭാഗം ശിക്ഷയും ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ സുപ്രീം കോടതി അദ്ദേഹത്തിന് പൊതു അവകാശ പ്രകാരം
വിധിച്ച ശിക്ഷ എന്ന് പറയുന്നത് 20 വർഷമായിരുന്നു. അതിൽ 19.5 വർഷത്തോളം അദ്ദേഹം ഇപ്പോൾ പിന്നിടുകയാണ്. ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് റിയാദിലുള്ള ഈ ജയിലിൽ തുടരേണ്ടതായിട്ടുള്ളൂ. ആ ശിക്ഷ കൂടി അനുഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ അബ്ദുറഹീമിന് ജയിൽ മോചനം സാധ്യമാണ്. ഇനി യാതൊരുവിധ തടസ്സങ്ങളുമില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി വിധി. ഇപ്പോൾ കീഴ്ക്കോടതി വിധിച്ച വിധി സുപ്രീം കോടതി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. കൂടുതൽ യാതൊരു ശിക്ഷയുടെയും ആവശ്യം അബ്ദുറഹീമിന് ഇല്ല എന്ന് തന്നെ ശരിവെക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ്. കാരണം ഇത്രകാലം ഒരു അനിശ്ചിതത്വം ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോവുകയായിരുന്നു. ഒരുപാട് കാലമായി ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് നീട്ടിവെച്ച് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. എന്നാൽ അതിന് അന്തിമമായ ഒരു വിധി ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. ഇനി അപ്പീൽ പോകാനുള്ള യാതൊരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും 20 വർഷം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് നമ്മുടെ അബ്ദുറഹീമിനെ നാട്ടിലേക്ക് വണ്ടി കയറാമെന്നുള്ള ഒരു സന്തോഷകരമായ വാർത്ത തന്നെയാണ്. നമ്മുടെ കോഴിക്കോട് ഫാറൂഖിലുള്ള ഉമ്മയുടെ കണ്ണുകളിൽ സന്തോഷം തീർച്ചയായിട്ടുമുണ്ട്. അവർ മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കുന്നില്ല. കാരണം ഇതിന് മുന്നേ മാധ്യമങ്ങൾക്കെല്ലാം അവർ പ്രതികരണങ്ങളും ഇതെല്ലാം കൊടുത്തിരുന്നു. അത് നമ്മുടെ സൗദിയിലുള്ള അവരുടെ നിയമ സഹായ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ആലോചിക്കാതെ കൊടുത്തതായിരുന്നു. അതുപ്രകാരം അവർ തമ്മിൽ ചെറിയ ഒരു അന്തരവും അതുപോലെ തന്നെ ചില ആശയക്കുഴപ്പങ്ങളും എല്ലാം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടായിരുന്നു അബ്ദുറഹീം ആദ്യം ഉമ്മയെ കാണാൻ മടിച്ചതും അതിനുശേഷം ഉമ്മയെ കണ്ടതുമെല്ലാം. തീർച്ചയായിട്ടും അത്തരമൊരു സാഹചര്യത്തിലേക്ക് മുതിരാതെ തീർച്ചയായിട്ടും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് അവർ മുഖം കൊടുക്കുന്നില്ല. തീർച്ചയായിട്ടും ആ സന്തോഷകരമായ വാർത്ത അവർ അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും ഇനി യാതൊരു തടസ്സവുമില്ല എന്നുള്ളത് അവർക്ക് അത്യന്തം സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ യമനിലെ ജയിൽ കഴിയുന്ന നമ്മുടെ നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട കേസും അവരുടെ വധശിക്ഷ ഇപ്പോൾ നമ്മുടെ KP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ കുറിച്ച് മരവിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ സ്വകാര്യ അവകാശം ഇപ്പോഴും തീർന്നിട്ടില്ല. ആ സ്വകാര്യ അവകാശത്തിൽ അവർ ധ്യാനം സ്വീകരിച്ചുകൊണ്ട് അതിന് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റഹീം ജയിൽ മോചിത ആയതുപോലെ തന്നെ നമ്മുടെ നിമിഷപ്രിയക്കും ജയിൽ മോചിതനാകാൻ വേണ്ടി സാധിക്കും. പക്ഷേ അത്തരമൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്ന കാലത്തോളം അവർക്ക് സാധിക്കില്ല. കാരണം അവരുടെ ഇപ്പോൾ കൊലക്കുറ്റം നിലനിൽക്കുകയാണ്. അത് റദ്ദ് ചെയ്തിട്ടില്ല. അവരുടെ ശിക്ഷ മരവിപ്പിക്കുക മാത്രമാണ് യമൻ സർക്കാർ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അവരുടെ കാര്യത്തിൽ നിൽക്കുന്ന ഒരു ആശങ്ക. തീർച്ചയായിട്ടും വരും ദിനങ്ങളിൽ അവരുടെ ശിക്ഷയും റദ്ദ് ചെയ്യാനും അതുപോലെ തന്നെ തീർച്ചയായിട്ടും അവർക്കും ജയിൽ മോചനം സാധ്യമാക്കാനും സാധിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.